ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു അസുഖം എന്ന മാതിരിയായി ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖം. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനൊരു റീസൺ? ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മൾ ഈ സ്റ്റാർച്ച് കൂടുതലായിട്ട് കഴിക്കുന്നു. പക്ഷേ അത് നോക്കി കഴിഞ്ഞാൽ പോലും യു പിയിലൊക്കെ 70-75% സ്റ്റാർച്ചാണ് ആൾക്കാർ കഴിക്കുന്നത്. ഡയബറ്റീസ് കേരളത്തിനെക്കാളും വളരെ കുറവാണ്. പക്ഷേ കേരളത്തിൽ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ലാക്ക് ഓഫ് ആക്ടിവിറ്റി, ഫിസിക്കൽ എക്സസൈസ്. തീരെ എക്സസൈസ് ചെയ്യാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണത്. ഇവിടെ ആൾക്കാർ എക്സസൈസ് ചെയ്യില്ല. ലോകത്ത് തന്നെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുണ്ട്. ഇതൊക്കെ WHO കണക്കുള്ളതാണ്. കേരളത്തിൽ എക്സസൈസ് ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് ഈ ഫാറ്റ് കൂടുതലുള്ളത് കഴിക്കുന്നുണ്ടോ, സാച്ചുറേറ്റഡ് ഫാറ്റ്, ഫ്രൈ ചെയ്ത സാധനങ്ങൾ, എല്ലാ ജംഗ്ഷനിലും വടക്കടയില്ലേ, അങ്ങനെയുള്ള ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതും നമ്മുടെ ആൾക്കാർക്ക് ഡയബറ്റീസ് കൂടുതൽ വരാൻ ഒരു കാരണമാണ്. അപ്പോൾ ഒന്ന് ഫുഡ് കറക്റ്റ് ചെയ്യണം, രണ്ട് എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം. ഭക്ഷണ രീതിയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട്. നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ഈ ഡയബറ്റീസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറയണം. നമ്മുടെ ഡയറ്റിൽ ഒരു 40-50% ഒക്കെ കാർബോഹൈഡ്രേറ്റ് പാടുള്ളൂ. ബാക്കി പ്രോട്ടീൻ ആവണം. പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഒരാളിൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ച് 1.5 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉള്ള പ്രോട്ടീൻസ് നമ്മൾ കഴിക്കണം. അത് പക്ഷേ നമുക്ക് അങ്ങനെയില്ല. പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കണമെന്ന് പറയുമ്പോൾ പ്രോട്ടീനുള്ള ഫുഡ് കോസ്റ്റ്ലിയാണ്, എല്ലാവർക്കും കൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല. കാർബോഹൈഡ്രേറ്റാണ് ഏറ്റവും ചീപ്പായിട്ടുള്ളത്. അത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നു. അതൊരു പ്രധാന കാരണം തന്നെയാണ്. അത് നമുക്ക് എത്ര പറഞ്ഞാലും പേഷ്യൻസിന് അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കൾച്ചറലായിട്ടുള്ള കാര്യം, റിലീജിയസ് ആയിട്ടുള്ള കാര്യം, സോഷ്യലായിട്ടുള്ള കാര്യം, എക്കണോമിക് ആയിട്ടുള്ള കാര്യം, അങ്ങനെ ഡയറ്റ് മാറ്റാനൊന്നും അത്ര എളുപ്പമല്ല. നിങ്ങളൊരു കല്യാണത്തിൻ്റെ സദ്യ പോയി കഴിഞ്ഞാൽ 100% സ്റ്റാർച്ചാണ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ സർ, ഇപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു ടിപ്സ് പറഞ്ഞുതരാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് അനിമൽ പ്രോട്ടീൻ, രണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻ. അനിമൽ പ്രോട്ടീനാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ. എല്ലാ കമ്പണൻസും ഉള്ള പ്രോട്ടീൻ അനിമൽ പ്രോട്ടീൻസ് ആണ്. ചിക്കൻ, മീറ്റ്, ഫിഷ്, എഗ്സ് അത് കൂടുതലായിട്ട് കഴിക്കണം. ഇത് നമുക്ക് കൾച്ചറലി നമുക്കത് ഇല്ല. നമ്മൾ അനിമൽ പ്രോട്ടീൻസ് കഴിക്കില്ല. പിന്നെ ഉള്ള വെജിറ്റബിൾസിൽ നിന്നുള്ള പ്രോട്ടീൻസാണ് പയർ, കടല, സോയാബീൻ, രാജ്മ, ഇങ്ങനെ ഒരുപാട് തരം പയറില്ലേ. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുമെങ്കിലും ശകലം ഇൻഫീരിയർ ക്വാളിറ്റി പ്രോട്ടീനാണ്. അപ്പോൾ ഈ നോൺ വെജിൽ നിന്നുള്ള പ്രോട്ടീനാണ് കൂടുതൽ കഴിക്കേണ്ടത്. പ്രോട്ടീൻ കൂടുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറയണം. അല്ല, കാർബോഹൈഡ്രേറ്റ് പഴയ പോലെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ കൂടെ പ്രോട്ടീൻ കൂട്ടാന്നല്ല പറയുന്നത്. പ്രോട്ടീൻ കൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്കും അത് തന്നെയാണ്. പ്രോട്ടീൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം കാർബോഹൈഡ്രേറ്റിനെ. കാർബോഹൈഡ്രേറ്റ് ഒരു 50%-ലൊക്കെ നിർത്തിയാൽ മാത്രമേ അതൊരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതെ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഡയബറ്റീസ് വരാറുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാദർ ഡയബറ്റിക് ആണ്, മദറും ഡയബറ്റിക് ആണ്. എൻ്റെ മദറിന്റെ മദർ മരിച്ചത് ഡയബറ്റിക് കാരണമാണ്. എൻ്റെ ഫാദറിന്റെ മദർ കഴിഞ്ഞ ഒരു 20 years ആയിട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്. സോ ഞാൻ കുറച്ച് പാനിക്കാണ്. ഞാൻ എല്ലാ വർഷവും ഒരു 6 months കൂടുമ്പോഴത്തേന് ഞാൻ ചുമ്മാ പോയി ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് 30 ഹിറ്റ് ചെയ്യാണ്. സോ എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഹെറിഡിറ്ററി ആയിട്ട് ഇതുപോലെ ഡയബറ്റീസ് വന്നേക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹൈ റിസ്ക് ഇൻഡിവിജ്വലാണ് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ. ഒന്ന്, ഡയറ്റിൽ ഈ പറഞ്ഞ പോലെ മോഡിഫൈ ചെയ്യുക, സ്റ്റാർച്ചിൻ്റെ ഇത് കുറയ്ക്കുക. രണ്ട്, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഇയാൾ ഓവർ വെയിറ്റ് അല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഇൻറ്റൻസീവ് എക്സസൈസ് വേണമെന്നില്ല. ദിവസം ഒരു 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. എക്സസൈസിൽ തന്നെ എയറോബിക് എക്സസൈസ് അതൊരു 30 minutes ചെയ്യണം. 10 minute റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യണം. ഈ റെസിസ്റ്റൻസ് എക്സസൈസാണ് ഇതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം എയറോബിക്കിനെക്കാളും. റെസിസ്റ്റൻസ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്താൽ ബോഡിയിലെ ഫാറ്റ് ടിഷ്യൂ കുറവായിരിക്കും. ബോഡിയിലെ ഫാറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് എസ്പെഷ്യലി വയറിലൊക്കെ ഉള്ള ഫാറ്റ് ടിഷ്യൂ, കുടവയറെന്നൊക്കെ നമ്മൾ പറയണം, അതാണ് ഈ അസുഖങ്ങളും ഈ ഡയബറ്റീസിൻ്റെയും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനുമുള്ള ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ ഡയറ്റ്, എക്സസൈസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ വേറൊന്നുള്ള സ്ലീപ്പാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടായിരിക്കണം. ഒരു 7 to 9 hours ആണ് സ്ലീപ്പ് പറയുന്നത്. അതും ഏർലി ക്രോണോടൈപ്സ് എന്ന് പറയും. നേരത്തെ ഉറങ്ങുന്നവരും രാവിലെ എണീക്കുന്നവരും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. നിങ്ങൾ ലേറ്റ് നൈറ്റ് പോയി ഉറങ്ങുന്നവരും ലേറ്റായിട്ട് എണീക്കുന്നവർക്കും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, IT പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഇത് എത്രത്തോളം പോസിബിൾ ആണ്? നിങ്ങൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡിയിലുള്ള
ബോഡിയിലൊരു ഡയണൽ ഋതമുണ്ട്, ഡേ ആൻഡ് നൈറ്റിൻ്റെ ഒരു ഋതമുണ്ട്. അതനുസരിച്ചാണ് ഒരുപാട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയണൽ ഋതം ഹോർമോൺസ്, സ്റ്റീറോയിഡ്, തൈറോയിഡിൻ്റെ ഹോർമോൺ, ഇൻസുലിൻ, ഇതിലൊക്കെ വ്യത്യാസം വരും നമ്മൾ ഉറക്കത്തിൻ്റെ സമയം അനുസരിച്ച്. അത് മുഴുവൻ ഡിസ്റ്റർബ്ഡ് ആകും. അപ്പോൾ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതൊരു റിസ്ക് എലിമെൻറ്റ് തന്നെയാണ് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അവരോട് നമുക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടതെന്നും പറയാൻ പറ്റില്ല, അവരുടെ വർക്ക് ബേസിസ് അതായിരിക്കും അവരുടെ വർക്ക്. അപ്പോൾ എങ്ങനെ നമുക്കത് ബാലൻസ് ചെയ്യാം? ഇപ്പോൾ ഡേ നമ്മൾ നൈറ്റ് പോലെ കൺസിഡർ ചെയ്ത്, ഇപ്പോൾ എനിക്കറിയാം ചില ആൾക്കാർ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് അവർക്ക് ഡേ ആണെന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഡാർക്ക് ഒക്കെ ആക്കി കേർട്ടനൊക്കെ ഇട്ടിട്ട് അവർ നൈറ്റ് ഡേ ആയിട്ടും ഡേ നൈറ്റ് ആയിട്ടും കൺസിഡർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ അത് അങ്ങനെ ഒരു നാച്ചുറൽ ഫെനോമിനെ നമുക്ക് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഒരു ലിമിറ്റ് വരെ വ്യത്യാസം ഉണ്ടാക്കാം, ആ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പിൽ വ്യത്യാസം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരു ആക്ച്വലായിട്ട് ഡയണൽ ഋതത്തിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതുപോലെ നമുക്ക് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതെ അതെ, ഓക്കെ. ഇപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രമേഹമുള്ള ആൾക്കാർ നമുക്കറിയാം ഒരു 10-30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 40-50 വയസ്സിന് ശേഷമുള്ള ആൾക്കാരല്ല നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ 2-3 മാസം പ്രായമുള്ള കുഞ്ഞു കുട്ടികൾക്ക് പോലും പ്രമേഹ രോഗം വന്നതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. എന്തായിരിക്കും സാർ അതിൻ്റെ റീസൺ? ഈയിടെയായിട്ട് അതിനെപ്പറ്റി കൂടുതൽ കേൾക്കുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ചെറിയ കുട്ടികൾക്ക് ജനിച്ചിടമുള്ള ഡയബറ്റീസ് അത് വേറെയാണ്, അതൊരു ജനറ്റിക് ആയിട്ടുള്ള കാരണം കൊണ്ടുവരുന്ന ഡയബറ്റീസാണ്. ഓക്കെ. പിന്നീടുള്ള ഒരു 8 വയസ്സിലും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വരുന്ന ടൈപ്പ് 1 ഡയബറ്റീസ്. അത് ഞാൻ പറഞ്ഞു, ഒരു വൈറൽ ഫീവർ വന്നു, ഒരു ജനറ്റിക്കലി സസെപ്റ്റബിളായിട്ടുള്ള ആളിൻ്റെ പാൻക്രിയാസിൽ ഡാമേജ് വന്നു, അത് പെർമനൻ്റ് ആയിട്ട് പോയി, ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതെ പോയി, അത് വേറൊരു ടൈപ്പ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ചെറുപ്പക്കാർക്കുള്ള ഡയബറ്റീസാണ്. 40 വയസ്സ് താഴെയുള്ളവർ, 80-90 കിലോ വെയിറ്റ്, കൂടെ വേറെ എക്സസൈസ് ചെയ്യില്ല, ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പിനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഒരുപാട് കൂടി വരെയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ്, തെറ്റായ ഡയറ്റ് കൊണ്ടാണ്, തെറ്റായ എക്സസൈസ് കൊണ്ടാണ് ഇത് വരുന്നത്. അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അത് ഒരു കാര്യമല്ല, ഡയബറ്റീസ് മാത്രമല്ല, അതിൻ്റെ കൂടെ BP കൂടുതലായിരിക്കും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, ലിവർ ഡിസീസ് ഉണ്ടാവും. ഇതൊരു വലിയ ഇതാണ്. ഫാറ്റി ലിവർ എന്നൊക്കെ സാധാരണ പറഞ്ഞ് കേൾക്കുന്നതാണ്. ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ലിവറിൽ സ്വെല്ലിംഗ് എന്നോ ഫാറ്റൊന്നും അല്ല അതിൻ്റെ മീനിങ്. ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കാണ് സിറോസിസ് വരുന്നത്. സിറോസിസ് വന്നിട്ടാണ് അത് ലിവറിലെ ക്യാൻസറായിട്ട് മാറുന്നത്. ഇതിങ്ങനെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഡിസീസാണ്. അതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ മരുന്നൊന്നുമില്ല, അതിന് വലിയ മരുന്നുകളൊന്നുമില്ല, പുതിയ മരുന്നുകളൊക്കെ വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഈ ഫുഡിൻ്റെ കൺട്രോളും എക്സസൈസും ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് ഈ ഇത്തരം ആൾക്കാർക്കാണ്. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ സാർ, ഇപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് ഡയബറ്റിക് വരാനുള്ള ചാൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊരു പ്രോപ്പർ ഫുഡ് ഡയറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയബറ്റിക് വരാനുള്ള ചാൻസ് എത്രത്തോളം ആയിരിക്കും, അല്ലെങ്കിൽ വരാണ്ടിരിക്കാനുള്ള ചാൻസ് എത്രത്തോളം ആയിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ ചെറുപ്പക്കാർക്കുള്ള ഡയബറ്റീസ്, മെറ്റബോളിക് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒബിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡയബറ്റീസ്, അതൊക്കെ റിവേഴ്സിബിളാണ്. നിങ്ങൾക്കത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. പക്ഷേ കൊച്ചു കുട്ടികളിലുള്ള ടൈപ്പ് 1 ഡയബറ്റീസ് അതൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായി? അതൊരു ജനറ്റിക് റീസൺ ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ നോക്കില്ല. പക്ഷേ അഡൾട്ടിനുള്ള പ്രോബബ്ലി നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ അഡൾട്ടിനുള്ള ഡയബറ്റീസാണ്. വേറൊന്ന് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും, പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന ഡയബറ്റീസ്. ഈ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് അമ്മയും കുഞ്ഞും കൂടെ പോകും. അത് കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടായാൽ അത് കഴിഞ്ഞുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ 50% പേർക്ക് 5 വർഷം കൊണ്ട് ഫുള്ളായിട്ട് ഡയബറ്റീസ് വരും. അപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ആരും ശ്രദ്ധിക്കാറില്ല. വെള്ള കഷായവും നെയ്യും ഒക്കെ കഴിച്ച് തടിയും ഒക്കെ കൂടി അങ്ങനെയാണ് സാധാരണ ഉണ്ടാകുന്നത്. അത് മാറ്റി ആ സമയത്ത് തന്നെ അവർ ഡയറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റീസ് വരുന്നതിന് വലിയൊരളവ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും.